പോരാ മുതലാളി, വഴി തടയല്ലോ. വണ്ടി മാറ്റ്. നീ ആർക്കും വായുഗുളിയെ കൊണ്ട് പോവല്ലെങ്കില് ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾ ആള് മതിയാവില്ലല്ലോ സഹോദര. ധാരാളം മതിയാവും ചെട്ടിയാരെ. രാമനുണ്ണി വാ വാ. ഈ പുഴക്കര ഓർക്കുന്നോ രാമനുണ്ണി? നമ്മൾ ആദ്യമായി വഴക്കിട്ടതും തല്ലുകൂടിയതും ഇവിടെ വെച്ചായിരുന്നു. ഭാഗ്യത്തിന് ആരോ ഈ വഴിക്ക് വന്നതുകൊണ്ട് അത് തീർന്ന് രണ്ടു വഴിക്ക് പോയി. ഇല്ലെങ്കിൽ രണ്ടിലൊരാളിന്റെ മരണത്തിൽ കലാശിച്ചേനെ ആ കലഹം. ഓർക്കുമ്പോ മുഖത്തൊരു ചിരി വരും അറിയാതെ. പക്വതയില്ലാത്ത കാലത്തിന്റെ സുഖമുള്ള ഓർമ്മകളാണവ. അവളെ ചൊല്ലിയായിരുന്നു, അവൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ വഴക്കുകൾ, ഇന്ദുലേഖയ്ക്ക് വേണ്ടി. അത് കുട്ടികളുടെ ബാല്യത്തിന്റെ കഥ. ഞാനും നീയും ഒരുപാട് വളർന്നു ഇപ്പോ, അല്ലേ? വളർന്നതും കാലം മാറിയതും അറിയണം നമ്മൾ. പീതാംബരന്റെ പിന്നിൽ നീയാവും എന്ന് ഞാൻ ഊഹിച്ചു. തെറ്റിയില്ല. ബാലചന്ദ്രനും ഞാനും പീതാംബരൻ എന്ന ആയുധം കൊണ്ട് തന്നെ അവസാനിക്കും. എന്നിട്ട് അവളെ നിനക്ക് കിട്ടുകയും ചെയ്യും. മോനെ, ആനയെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, എസ് ക്ലാസ് ബെൻസ് വാങ്ങാം, പണം മാത്രം ഉണ്ടായാൽ മതി. ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം വാങ്ങാൻ കിട്ടില്ല. നീ ഇനി അതിന് ശ്രമിക്കരുത്. പീതാംബരൻ രക്ഷപ്പെടാൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് തെളിവൊന്നുമില്ലല്ലോ. ഞാൻ അവന് പണം കൊടുത്ത് ചെയ്യിച്ചു വന്നതിന്. തെളിവോ? എന്തിന്? ഞാൻ മുൻസിഫ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് നിന്നെ വിസ്തരിക്കാനോ ശിക്ഷ വാങ്ങിച്ചു തരാനോ ഒന്നും പോകുന്നില്ല. ബാലചന്ദ്രനും പിന്നെ അവൾക്കും ബോധ്യമായിട്ടുണ്ട്. പീതാംബരനെയും പിന്നെ അവന്റെ പിന്നിൽ നിന്ന് അവൻ ഇടം വലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തിയവനെയും. ഒരു കൊല്ലം നീ എന്നെ ജയിലിലെ പശപ്പച്ചരിയുടെ ചോറ് തീറ്റിച്ചു. പോട്ടെ, സംഭവിക്കേണ്ടതായിരുന്നു, ജാതകദോഷം. ഇനി എന്ത് പ്രതികാരം നടത്തിയാലും ആയുസിന്റെ പുസ്തകത്തിലെ ആ ഒരു വർഷം എനിക്ക് നഷ്ടം തന്നെയാണ്. നിന്നോടൊന്നേ പറയാനുള്ളൂ, കള്ളക്കളികൾ ഇനി കളിക്കരുത്. ഒരു യാത്രയുടെ ഇടവേളയിലാണ് ഞാൻ. ഒരു നാൾ വന്നതുപോലെ ഞാൻ അങ്ങ് തിരിച്ചു പോകും. അതിനിടയിൽ മല്ലയുദ്ധത്തിന് എന്നെ വിളിക്കരുത്. തിരിഞ്ഞോടി ശീലമില്ലാത്തവനോട് യുദ്ധം ചെയ്യാൻ ഉത്സാഹം കാട്ടുമ്പോൾ ജയമുറപ്പുണ്ടാവണം. രാമനുണ്ണിക്ക് ജയിക്കാനാവില്ല ശ്രീഹരിയെ ഒരിക്കലും. അത് മറന്നുകൂടാ. ശ്രീഹരി, അപ്പൊ ഇനി നീ ഉണ്ടാവും ഇന്ദുലേഖയുടെ സംരക്ഷകനായിട്ട്. സംരക്ഷണം, അതെ, സംരക്ഷണം. അതാണ് ശ്രീഹരിയുടെ ധർമ്മം. എവിടെയോ മുതലാളി? മുകളിലുണ്ട്, കരുണേട്ടനെ കാത്തിരിക്ക. ആ കൊള്ളാം. പകലും തുടങ്ങിയോ വീരഭദ്രൻ? ആകെ ഒരു ഒന്നിനും മനസ്സ് തോന്നിയില്ല. കരുണേട്ടൻ ഇരിക്കെ. നിരാശ, അല്പം സങ്കടം, പിന്നെ ആരോടൊന്നില്ലാത്ത ദേഷ്യവും. നിന്റെ കഥയിലെ വില്ലൻ ശ്രീഹരി അപ്പോ ഇനി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവന്റെ ഈ സമയത്തുള്ള വരവ് അത്ര നല്ലതിനല്ല. വക്കീലിനൊരു സ്മോൾ. അയ്യൊപ്പ വേണ്ട, എനിക്ക് ഓഫീസിൽ പോവാളാ. ആ കൊശവൻ പീതാംബരൻ എന്ത് പണിയാ ചെയ്തത്? ജയിലിൽ നിന്ന് ഇറങ്ങി പിറ്റേന്ന് തന്നെ പോത്തുകൂട്ടിന് പോവാൻ നീ അറിഞ്ഞില്ലായിരുന്നോ? ആ പോത്തിനോട് പറഞ്ഞാ ഞാൻ കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറിയേക്കാൻ. കേക്കണ്ടേ? തെളിക്കണ്ടത്തിലിട്ട് ചവിട്ടി കുഴച്ചെന്നാ കേട്ടത്. അവൻ നിന്നോടെന്ത് പറഞ്ഞു? ശ്രീഹരി ഭീഷണിയുണ്ടോ? ഇല്ല, ഒരു വാണിംഗ് ഉണ്ട്, അവളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ഏതായാലും നീ അവന്റെ മുമ്പിൽ എക്സ്പോസ്ഡായി. ഹബീബ് പറയുന്നത് ഇന്ദുവിനെയും ബാലനെയും അവര് താമസിക്കുന്നിടത്ത് നടക്കണമെന്നാണ്. ഇറക്കാന്ന് പറഞ്ഞാൽ ചെട്ടിയാരെ മുമ്പിൽ നിർത്തണം. അയാള് ഫോഴ്സ് ചെയ്യുന്ന മാതിരി. നീ രക്ഷകനായിരിക്കണം എന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങിയാൽ അവർ പിന്നെ താമസിക്കുന്നത് നിന്റെ ദയയിൽ, നിന്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ. മനസ്സിലായോ? പീതാംബരൻ സത്യം പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഓഫർ സ്വീകരിക്കോ രണ്ടുപേരും? ആ, അത് നിന്റെ പ്ലേ പോലെ ഇരിക്കും. പീതാംബരനെ തല്ലി പദം വരുത്തി നുണ പറയിച്ചാന്ന് പറയണം. വേണമെങ്കിൽ അവനെയും കൂട്ടിക്കോ പീതാംബരനെ. നുണ പറയാനും വിശ്വസിപ്പിക്കാനും അവനുള്ള കഴിവ് 5-6 കൊല്ലം മുമ്പേ തെളിയിച്ചതല്ലേ? മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കർണേട്ട.
അവളോടുള്ള സ്നേഹം തന്നെയാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദിവസം കഴിയുന്തോറും അത് കൂടുന്നേ ഉള്ളൂ. എന്നോ ആ കേസ് കെട്ട് വെച്ച് കെട്ടി പൂട്ടാൻ ഞാൻ പറഞ്ഞതാ, നീ കേട്ടില്ല. ഏതായാലും ഇങ്ങനൊരു കളി കളിക്കേ. അവനും അവളെ മറക്കാൻ വയ്യാത്തോണ്ട് തിരിച്ചു വന്നതാവും. ഇതിനും മാത്രം ഇത്രയും വലിയ ഉരുപ്പടിയാണോടാ പെണ്ണ്? സാമ്രാജ്യങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയോപാട്രമാർക്ക് വേണ്ടി. ഇതിപ്പോ നിന്റെയൊക്കെ പ്രാന്തന്നല്ലാതെ എന്ത് പറയാനാ? ആരെങ്കിലും നല്ല പാർട്ടീസിനെ കിട്ടുമോ കർണേട്ടാ? പണം എത്ര വേണമെങ്കിലും അറിയാം. അവനെ ശ്രീഹരി അങ്ങോട്ട് തട്ടാൻ. അത് അവസാന മാർഗം. തൽക്കാലം നീ ബാലചന്ദ്രനെ ആ പെണ്ണിനെ നിന്റെ കസ്റ്റഡിയിലാക്ക്. പോകാ വിവേ, പോട്രാ. മോഷണം വല്ലതും നടന്നിട്ടുണ്ടോ? അകത്തൊക്കെ ശരിക്കും നോക്കിയായിരുന്നോ? ഇല്ല. താനാരാ? എന്റെ അളിയനാ. ഇവന്റെ ഭാര്യ? കഴിഞ്ഞ ദിവസങ്ങളില് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കശപശ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സാറേ, കളത്തിലെ രാമനുണ്ണിയുടെ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടു. ആര് കണ്ടു? നീ കണ്ടോ? ഇങ്ങോട്ട് നീങ്ങുന്നേ. രാമനുണ്ണി ഇങ്ങോട്ട് വരുന്ന നീ കണ്ടോ? കാറ് കണ്ടു. രാമനുണ്ണിയുടെ കാറാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കളത്തില് ജോലിക്ക് നിന്നിരുന്നതാ. നീ രാമനുണ്ണിയെ കണ്ടോ അതോ? അവിടുത്തെ കാറാ. അതില് രാമനുണ്ണിയെ പോലെ ഉറപ്പിച്ചു പറയാൻ നീ ആളെ കണ്ടിട്ടില്ല. ഉണ്ടോ? അയാളാന്ന് തോന്നി. എടീ, കൊലപാതക കേസാ. തോന്നൽ വെച്ച് വല്ലതും കേറിയങ്ങ് പറഞ്ഞ കോടതി കയറി ഇറങ്ങി നിന്റെ കണപ്പി ഇളകും. മനസ്സിലായോടി? ഊഹം വെച്ച് പറയേണ്ട കാര്യമല്ല ഇതൊന്നും. പ്രധാന സാക്ഷിയായിട്ട് നിന്റെ പേരങ്ങ് ചേർക്കട്ടെ. അയ്യോ സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ നിന്റെ പാട് നോക്കി പോവാൻ നോക്കടി. എന്താണ് സാർ ഇത്? ഒരു പ്രൈം വിറ്റ്നസിനെ ഇങ്ങനെ വിരട്ടി ഓടിക്കുകയാണോ വേണ്ടത്? നല്ല ഭാഷയിൽ അവരോടൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇയാൾ ആരാ? ഇയാളുടെ പേരെന്താ? കുര്യൻ. എന്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേട്ടാൽ പല്ലിളിച്ച് കാട്ടി ബാല് ചുരുട്ടി നിൽക്കുകയൊന്നുമില്ല കുര്യൻ സാർ. രാഷ്ട്രീയ മുതലാളിയല്ല, രാഷ്ട്രീയ തൊഴിലാളിയല്ല. അങ്ങനെ വലിയ പേരൊന്നുമില്ലാത്ത ഒരാളാ. ഓ, ഞാൻ വിചാരിച്ചു പുതിയ DGP ആയിരിക്കുമെന്ന്. പണി പഠിപ്പിക്കല്ലേ. ആരോട് എന്ത് ചോദിക്കണം എന്നൊക്കെ എനിക്കറിയാം. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാന്ന് മനസ്സിലായി. ആടിനെ പട്ടിയാക്കൽ. വാദിയെ പ്രതിയാക്കാൻ മിടുക്കനാണ് കുര്യൻ സാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ മുകളിൽ അധികാരം കൊണ്ടായാലും സംസ്കാരം കൊണ്ടായാലും കൊള്ളാം എന്ന് തോന്നുന്നവരും കാണുമല്ലോ. ഞാൻ കണ്ടോളാം. ഓ, താനങ്ങ് ചെല്ല്. എന്നിട്ട് എന്നെ തൂക്കാനുള്ള ഓർഡർ മേടിച്ചിങ് വാ. ഓ, വരാം. അതിനു മുമ്പ് അന്വേഷണം പൂർത്തിയാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്ത് കളയല്ലേ. ഒന്നും കുഴിവെട്ടി മൂടാൻ തിരക്ക് കൂട്ടണ്ട. കുന്തക്കാലിലിരുത്തി തന്നെ കൊണ്ട് തന്നെ മാന്തി എടുപ്പിക്കും ഞാൻ. അതെ, DVSP ആണ്. ആ, നമസ്കാരം. നമസ്കാരം. ആര്? ശ്രീഹരിയോ? ആ, ഇവിടെ ഉണ്ട്. ശരി, ഓക്കെ. നിങ്ങളാരാ ശ്രീഹരി? ഞാനാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റിനാ വിളിച്ചത്. നല്ല അടുപ്പാണെന്ന് തോന്നുന്നു. എന്തിനാ നിങ്ങൾ ഈ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാനൊക്കെ പോകുന്നത്? എന്ത് കാര്യമായാലും നേരിട്ടൊന്ന് പറഞ്ഞൂടെ? ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരണം സാറിന്റെ. അത്രേ പറഞ്ഞുള്ളൂ വക്കീലിനോട്. പുറത്തെ തിരക്കിൽ ഊഴവും കാത്തു നിന്നാൽ പറയാനുള്ള കാര്യം വൈകുന്നു തോന്നി. താനാ ചെറുക്കല പയ്യനല്ലേ, മരിച്ചുപോയ നമ്മുടെ ഗംഗാധരമേനോന്റെ? സാർ, കൊല്ലപ്പെട്ട ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ അന്വേഷണത്തിനെത്തിയ ഇൻസ്പെക്ടർ കൺവിൻസിംഗ് ആയ രീതിയിലല്ല പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. കൺവിൻസിംഗ് എന്ന് പറഞ്ഞ കാഴ്ച കാണാൻ വരുന്നവർക്ക് ബോധിക്കുന്ന രീതിയിൽ പോലീസിന് പ്രവർത്തിക്കാൻ നോക്കൂ. അവർക്ക് അവരുടേതായ രീതിയില്ലേ.
ഞാൻ സാറിനോടാണ് സംസാരിച്ചത്. അനിയ ചൂടാവല്ലേ, കേട്ടതിനൊരു കമന്റ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ നാട്ടുകാരുടെ ഈ പ്രിജുഡീഷ്യൽ മെന്റാലിറ്റി ഉണ്ടല്ലോ പോലീസിനോടുള്ള, അത് മാറണം. കൊലപാതകം കഴിഞ്ഞ് വിതിൻ അവേഴ്സ് പ്രതിയെ പിടിച്ചു കഴിഞ്ഞു. അവനെയും കൊണ്ട് സ്ഥലം CI ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ബഹുമാനിക്കുന്നു സാർ, ആദരിക്കുന്നു. കൃത്യനിഷ്ഠത, ഈ അസാമാന്യ വേഗത. പക്ഷെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കളത്തിൽ രാമനുണ്ണി കയറി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ അയൽപക്കത്തെ സ്ത്രീയെ ഇടിയൻ പോലീസ് ഭാഷയിൽ വിരട്ടി ഓടിച്ച ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണ ചാതുര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥനോട് ആ വിവരം പറയാൻ, ആരോ രക്ഷിക്കാൻ ധൃതി കാട്ടുന്നില്ലേ എന്ന സംശയത്തിന് മറുപടി കിട്ടാൻ. ഈ ചത്തുപോയ ബാലേന്ദ്രനെ ഒരു വാടക ഗുണ്ടയെ വിട്ട് തട്ടാൻ ശ്രമിച്ചിട്ട് നീ ഒരു കൊല്ലം വിയൂര് കിടന്നതല്ലേ? പിന്നെ കുറെ കാർ മിസ്സിംഗ് ആയിരുന്നല്ലോ. ഓ, ഇപ്പോഴാ മനസ്സിലായത്. CBIയിൽ ജോയിൻ ചെയ്തു അല്ലേ? പോലീസിനെ വകുപ്പ് മുറയും പഠിപ്പിക്കുന്ന സൂപ്പർ പവർ അവരാണല്ലോ. ഇതിനൊക്കെയുള്ള മറുപടി അതിന് ചേർന്ന സ്ഥലങ്ങളിൽ വെച്ച് തരുന്നതല്ലേ നല്ലത് ബ്രദർ? ധൈര്യമായിട്ട് പറ, ഇവൻ എന്റെ അനിയനെ പോലെ ആയിരിക്കും. താങ്കൾ അദ്ദേഹത്തിന്റെ ചേട്ടനോ അളിയനോ, ഇനി അതോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസർമാരെ ഉണ്ടാക്കുന്ന ബ്രഹ്മാവായിരിക്കും ചേട്ടൻ. എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ ഈ മുറിയെ, അദ്ദേഹം ഇരിക്കുന്ന കസേരയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സാധാ പൗരനാണ് ബായി. എന്നെ കൊണ്ട് ഇവിടെ വെച്ച് പച്ച മലയാളം പറയിപ്പിക്കരുത്. ഇവനാണോ കുരിയ ആള്? അതെ സർ, ഇവൻ കളത്തിൽ രാമനുണ്ണിയുടെ ജോലിക്കാരനാ. രാമനുണ്ണിയുടെ കാറും എടുത്താ ഇവനാ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ടാ അയലത്തെ സ്ത്രീ രാമനുണ്ണി അങ്ങോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. എന്താ കുര്യ, തന്റെ സ്പെഷ്യൽ മുറവെല്ലാം വേണ്ടി വന്നു ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ? ഇല്ല കരുണേട്ടാ, പിടി വീണപ്പോൾ ഇവൻ മണിമണിയായിട്ട് കാര്യമൊന്ന് പറഞ്ഞു. ചത്തവന്റെ ഭാര്യയുമായിട്ട് ഇവനെന്തോ അഭിഹിതബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതിനെ ചൊല്ലി ഉണ്ടായ കശപിശയാ. അവനെ ചുരുട്ടി കൂട്ടിയെടുത്ത് ഒരു ഏറായിരുന്നു. തല തറയിലടിച്ച് തീർന്നതാ. ലേടാ, കൊണ്ടുപോയിക്കോ. സോ മിസ്റ്റർ ശ്രീഹരി, ഇനിയൊന്നും പറയാനില്ലല്ലോ? ഇനി എന്ത് പറയാൻ? കൺവിൻസ്ഡ് ആയിട്ടാണല്ലോ CBI പോകുന്നത്. ചേട്ടാ ഒന്ന് പുറത്തേക്ക് വരട്ടെ, ഒരു മിനിറ്റ്.